ഹലോ, നമുക്കിന്നൊരു ഈസി സ്നാക്ക് ഉണ്ടാക്കിയാലോ? ഈസി എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതിയേ. 1 കപ്പ് അരിപ്പൊടി, കുറച്ച് തേങ്ങ വേണം. ഞാനൊന്ന് തിരിഞ്ഞെടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് വെള്ളം വേണം. അത് നല്ല വെള്ളം ചൂടാക്കിയിട്ട് നല്ല തിളച്ചതിന് ശേഷമാണ് അത് ഒഴിച്ചു കൊടുക്കുന്നത്. മാവിലോട്ട് ഉപ്പിടുക. ഇതിൽ ഞാനൊരു ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചൂട് വെള്ളം നമുക്ക് ഈ മാവിലോട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാവുള്ളൂ. നല്ല ചൂടാണ്, കൈകൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലായിടവും വെള്ളം ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1/2 കപ്പ് ശർക്കര. ഇവിടെ 1/2 കപ്പാണ് എടുക്കുന്നത്. കൂടുതൽ വേണ്ടവർ കൂടുതൽ എടുക്കാം. തേങ്ങ 1 കപ്പ് ചേർക്കുന്നുണ്ട്. കൂടുതൽ ചേർക്കും തോറും ടേസ്റ്റും കൂടും. അപ്പം മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ശർക്കര വേണമെങ്കിൽ ചേർക്കാം, പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം. എന്നിട്ട് നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണേ. ചട്ടി വെച്ചിട്ട് ഒന്ന് ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഞാൻ വറുത്ത് കോരുന്നത്. നന്നായിട്ട് എണ്ണ ചൂടാവണം. നല്ലതുപോലെ എണ്ണ ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ പൊരിക്കാൻ വേണ്ടി ഇടാവുള്ളൂ. ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കണം. ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് അതിലോട്ടിട്ട് നല്ലതുപോലെ നല്ല ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. പെട്ടെന്ന് തന്നെ ആവും. ചൂടുവെള്ളം ഉപയോഗിച്ചല്ലേ നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേകും. അതൊക്കെ നന്നായിട്ട് വേകും. നല്ല സോഫ്റ്റും ആയിരിക്കും. നല്ലതുപോലെ മറിച്ചും തിരിച്ചു വിട്ട് നമുക്ക് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്ത് കോരാം. ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി എടുക്കാം. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ല കുറച്ച് കൂടുതൽ മധുരമൊക്കെ ഇട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുറച്ച് മധുരം കൂടുതലിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഇഷ്ടപ്പെടും. നമുക്ക് അടുത്ത സ്റ്റെപ്പും കൂടെ ഇട്ട് കൊടുക്കാവേ. പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. മാവ് റെഡിയാക്കി ഫ്രിഡ്ജിൽ വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്കിതുപോലെ വറുത്ത് കോരിയെടുക്കാം. നല്ല സോഫ്റ്റാണ്. അകമൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ബൈ.